നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ബീട്രൂട്ട് കൊണ്ട് ഒരു ഹെയർ ഡേ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിൽ വന്നൊരു കമൻറ്റാണ്, ബീട്രൂട്ട് കൊണ്ടുള്ള ഹെയർ ഡേകൾ എല്ലാവർക്കും ഒന്നും പിടിക്കണമെന്നില്ല, അപ്പോൾ ഈ ഒരു രീതിയിൽ ഹെയർ ഡേ ഉണ്ടാക്കിയാൽ നല്ല കറുപ്പ് കിട്ടും എന്നൊക്കെ പറഞ്ഞുള്ളൊരു കമൻറ്റായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കിയ ഒരു ഹെയർ ഡേ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ എല്ലാ വീഡിയോയിലും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ഹെയർ ഡേയും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഈ ഒരു ഹെയർ ഡേ മിക്സ് ചെയ്യുന്ന രീതിയിലും ഒക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ഒരു ഹെയർ ഡേ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്രത്തോളം മുടിക്ക് കറുപ്പ് കിട്ടി എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും തയ്യാറാക്കുന്നത് പോലെ തന്നെ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ഒരു വെള്ളം ആവശ്യമുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ച് കൊടുത്ത് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാനുണ്ട്. അത് തേയിലയാണ്. സാധാരണ നമ്മൾ 1 ടേബിൾ സ്പൂൺ തേയിലയാണ് എടുക്കുന്നത്. ഇതിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ തേയില എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് ഇതിൻ്റെ ഈ ഒരു കളറൊക്കെ ഇറങ്ങി ഏകദേശം 1 ഗ്ലാസ് ആവുന്നിടം വരെ ഒന്ന് വറ്റിച്ചെടുക്കണം. തേയില മുടിക്ക് നല്ല തിളക്കം തരാനും അകാല നിര തടയാനും മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള നിറം തരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഈ തേയില വെള്ളം സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ മുടിക്ക് വളരെ നല്ലതാണ്. മുടി വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ ഈ വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് തീ കുറച്ച് വെക്കണം. തീ കുറച്ചതിന് ശേഷം ഇത് കുറച്ച് സമയമെടുത്ത് ഒന്ന് വറ്റിച്ചെടുത്ത് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ വെള്ളമൊക്കെ തിളച്ച് ഏകദേശം 1 ഗ്ലാസ് ആയിട്ടൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇത് തണുത്തതിന് ശേഷം യൂസ് ചെയ്യണം എന്നാണ് എനിക്ക് വന്ന കമൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അവർ ഈ ഒരു ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കംപ്ലീറ്റ് ആയിട്ട് ആ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബീട്രൂട്ട് ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഡേ തയ്യാറാക്കിയ ആ വീഡിയോയിലാണ് ഈ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്. ഇനി മുടി വളരണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു തേയില വെള്ളം മാത്രമായിട്ട് സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അത് മുടി കറക്കാനും അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ മാത്രം കേട്ടോ. ഇനി നമുക്ക് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഹെയർ ഡേയുടെ ഒരു കളറാണ് കേട്ടോ ഈ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയുള്ളത്. അത് നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട്. ഞാൻ കുറേ നേരം ഉരച്ച് കഴുകിയായിരുന്നു, എങ്കിലും പോയിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് മൈലാഞ്ചിപ്പൊടിയാണ്, അഥവാ ഹെന്ന പൗഡർ. ഹെന്ന പൗഡർ ഞാനിവിടെ എൻ്റെ മുടിക്ക് എത്രത്തോളം ആവശ്യമാണോ ആ ഒരു അളവിനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഹെന്ന പൗഡർ അഥവാ മൈലാഞ്ചിപ്പൊടി മുടിക്ക് നല്ലൊരു നിറം തരാനും മുടി വളരാനും മുടിക്ക് നല്ല സോഫ്റ്റ്നെസ്സും ഷൈനി ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രാജസ്ഥാനി ഹെന്ന പൗഡറാണ്. ഇനി ഈ ഹെന്ന പൗഡറിലേക്ക് 2 ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ പണ്ട് കാലം മുതലേ തന്നെ ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് നെല്ലിക്ക. നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നത് മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ താരൻ, തലയുടെ ചൊറിച്ചിൽ ഇതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്ക. സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ 100% റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് നെല്ലിക്ക. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത് രാത്രിയിലാണ് കേട്ടോ. രാത്രിയിൽ ഇത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം രാവിലെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ മുടിയിൽ ഷാമ്പൂ ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ എണ്ണയില്ലാത്ത മുടിയിലായിരിക്കണം ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ഇതിൻ്റെ 100% നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. പ്രത്യേകിച്ചും ഈ ഹെന്ന പൗഡർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിൽ ഇത് പിടിക്കണമെങ്കിൽ നമ്മുടെ മുടിയിൽ എണ്ണ ഉണ്ടാവാൻ പാടില്ല. എണ്ണ ഉണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് പ്രവർത്തിക്കില്ല. ഇനി നമുക്ക് നന്നായിട്ട് ഇത് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചാനലിൽ കുറച്ചധികം വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഹെയർ ഡേയ്സിൻ്റെയൊക്കെ. അത് ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടുന്നതുമുണ്ട്, ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടാത്തവയുമുണ്ട്. അതായത് കുറച്ച് കാലം കൊണ്ട് മാത്രം നല്ല റിസൾട്ട് കിട്ടുന്ന ഹെയർ ഡേകളും ഉണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനലിലൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 മുറി നാരങ്ങയുടെ നീരാണ്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നാരങ്ങ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നാരങ്ങയിലെ സിട്രിക് ആസിഡ് നമ്മുടെ ഗ്രേ ഹെയറിനെയൊക്കെ ലൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് നാരങ്ങ ചേർക്കുന്നത്. അതുപോലെ തന്നെ താരനും മുടി കൊഴിച്ചിലും ഒക്കെ മാറ്റാനായിട്ട് നാരങ്ങ ഹെൽപ്പ് ചെയ്യും. ഇനി നാരങ്ങ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ കറുത്ത മുടിയൊക്കെ വെളുക്കുമോ എന്നുള്ള പേടി വേണ്ട. നമ്മൾ നാരങ്ങ ഡയറക്റ്റായിട്ടല്ല അപ്ലൈ ചെയ്യുന്നത്, ഈ ഒരു മിക്സിനകത്ത് ഒഴിച്ചിട്ടാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ മുടി വെളുപ്പാകാനായിട്ട് നാരങ്ങ ഒരിക്കലും കാരണമാവില്ല.
ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഏതൊരു ഹെയർ ഡൈ തയ്യാറാകുമ്പോഴും ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രങ്ങളോ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇരുമ്പിലുള്ള അല്ലെങ്കിൽ തുരുമ്പിലുള്ള ഫെറിക് ഓക്സൈഡ് നമ്മുടെ മുടിയിലേക്ക് എത്താനായിട്ട് ഇത് സഹായിക്കും. അതുവഴി തലയോട്ടിയിലുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും മുടി വളർച്ചയൊക്കെ പെട്ടെന്നാവാനും ഒക്കെ സഹായിക്കും. ഇനി ഞാൻ ഈ ഒരു മിക്സ് നമ്മുടെ ഈ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇരുമ്പിൻ്റെ അംശം ഇതിൻ്റെ ഫുള്ളായിട്ട് എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഓവർനൈറ്റ് അല്ലെങ്കിൽ 8 മണിക്കൂർ, കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും നിങ്ങളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിപ്പോൾ നൈറ്റിലാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞല്ലോ, കൊണ്ട് രാവിലെ വരെ ഇതൊന്ന് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് രാവിലെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ രാവിലെ ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. 8 മണിക്കൂറിൽ കൂടുതൽ നേരമായിട്ടുണ്ട്. ഇപ്പം കുറേ ഭാഗങ്ങളൊക്കെ നല്ല കറുപ്പ് കളറിലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഒരു ബ്രൗൺ കളറിലും ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എപ്പോഴും ഹെയർ ഡൈ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഡൈ ഒക്കെ ഇതുപോലെ കറുത്ത കളറിൽ കിട്ടും. അപ്പോൾ നമ്മുടെ മുടിക്കും ആ ഒരു കറുപ്പ് കിട്ടാനായിട്ട് ഇത് സഹായിക്കും. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരേപോലത്തെയാണ്. എല്ലാ ഹെയർ ഡൈയിലും ഉപയോഗിക്കുന്ന ഏകദേശം സെയിം ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ കുറച്ച് വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇത് ഉപയോഗിച്ചതിന് ശേഷം, ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, അപ്പോൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് ലൈവായിട്ട് റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അലർജിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നവരാണെങ്കിൽ കൈയുടെ തണ്ടയിലോ അല്ലെങ്കിൽ ചെവിയുടെ പുറകിലോ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം 10-15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വേറെ കുഴപ്പങ്ങളോ ചൊറിച്ചിലോ അങ്ങനെയുള്ള റാഷസ് ഒന്നും ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത് കണ്ടോ, കുറച്ച് പറ്റിയതേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ നല്ല ഒരു കളർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹെന്ന പൗഡറിൻ്റെ ഒരു കളറാണല്ലോ, അതുകൊണ്ടാണ് രാജസ്ഥാനി ഹെന്ന പൗഡർ എടുക്കാൻ പറഞ്ഞത്. ഇനി ഞാനെൻ്റെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, കുറേ ഭാഗങ്ങളൊക്കെ ബ്രൗൺ കളറുണ്ട്, ഇതിൻ്റെ ഇടയിലൊക്കെ വെള്ളമുടിയും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് വെള്ളമുടിയും ബ്രൗൺ നിറമുള്ള മുടിയും ഒക്കെ ഉള്ള ഭാഗത്തേക്ക് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെയുള്ള നാച്ചുറൽ ഹെയർ ഡൈകളൊക്കെ വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ നിങ്ങൾ കെമിക്കൽ ഡൈ ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെയുള്ള ഹെയർ ഡൈകളൊക്കെ പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ കൂടെ മുടിയും വളരുമെന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. പിന്നെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ പാച്ച് ടെസ്റ്റൊക്കെ ആദ്യം ചെയ്ത് നോക്കുന്നത്. കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെങ്കിലും പിന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റുകളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഹെയർ ഡൈകളൊക്കെ ഉപേക്ഷിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഞാനെൻ്റെ ഈ ബ്രൗൺ ഷെയ്ഡുള്ള മുടിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അവിടെയൊക്കെ നന്നായിട്ട് ഈ ഒരു മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എണ്ണയും നെല്ലിക്കാപ്പൊടിയൊക്കെ അല്ലേ, അതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല മുടിക്ക്. നല്ല ഒരു പാക്കായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഇങ്ങനെ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കറുപ്പ് എത്രത്തോളം കിട്ടുമെന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് മന്ത്ലി എത്ര തവണ യൂസ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനും ആദ്യമായിട്ടാണ് ഈ രീതിയിൽ ചെയ്ത് നോക്കുന്നത്. കയ്യിലൊക്കെ എന്തായാലും നല്ല കറുപ്പ് കളർ കിട്ടുന്നുണ്ട്, അതുപോലെ മുടിയിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇനി ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം 2 മണിക്കൂറോളം ഞാനിതെൻ്റെ മുടിയിൽ വയ്ക്കുന്നുണ്ട്. അതിന് ശേഷമാണ് വാഷ് ചെയ്യുന്നത്. വാഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് മുടി. നേരത്തെ കണ്ടില്ലേ, കുറച്ച് ഭാഗമൊക്കെ വെള്ളം ഉണ്ടായിരുന്നു, അവിടെയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. എന്നാൽ പുറകിലേക്കൊന്നും ഞാനധികം അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് അവിടെയൊക്കെ വെള്ളമായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇത്രയും ചെയ്തതിലൂടെ നമുക്ക് മുടി വലിയ കറുപ്പായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇനി അവർ പറഞ്ഞ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. അതിൽ സാധാരണ നമ്മൾ ഇൻഡിഗോ പൗഡർ മാത്രമായിട്ടാണ് യൂസ് ചെയ്യാറുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിലേക്ക് അവർ പറഞ്ഞിരിക്കുന്നത് കുറച്ച് നെല്ലിക്കാപ്പൊടി എടുക്കണം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നെല്ലിക്കാപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇൻഡിഗോ പൗഡർ ഒരു 3 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. എൻ്റെ മുടിക്ക് ആവശ്യമായ ഇൻഡിഗോ പൗഡറാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങളുടെ മുടി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ഇൻഡിഗോ പൗഡറിൻ്റെ അളവ് നോക്കിയിട്ടെടുക്കുക. ആ കമൻറ്റ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും. അവർ പറഞ്ഞിരിക്കുന്നത് 2ാമത്തെ ദിവസം ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്യുക എന്നാണ്. ഞാനിപ്പോൾ 2ാമത്തെ ദിവസം അല്ല അപ്ലൈ ചെയ്യുന്നത്, അതേ ദിവസം തന്നെ ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്യുകയാണ്. ഇതിലേക്ക് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തലേ ദിവസം തയ്യാറാക്കിയ വെള്ളം ഉണ്ടല്ലോ, അത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. ആ വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരിക്കലും സാധാരണ പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്, നമ്മുടെ ഇൻഡിഗോ വർക്ക് ചെയ്യില്ല. ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ഇൻഡിഗോ പൗഡർ വർക്കാവുള്ളൂ. സാധാരണ ഞാൻ ഇൻഡിഗോ പൗഡർ ഉപയോഗിച്ചിട്ടാണ് മുടി കറുപ്പിക്കാറുള്ളത്. ഇതിപ്പോൾ നെല്ലിക്കാപ്പൊടിയും ഇൻഡിഗോയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്.
ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇളം ചൂടുവെള്ളം മാത്രം ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ തലേദിവസമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ സാധാരണ വെള്ളം ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. മാറ്റമൊന്നും വന്നിട്ടില്ല. അതിനുശേഷം നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം 2 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഞാനിപ്പോൾ ഒറ്റ ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, കമൻറ്റിലൂടെ പറഞ്ഞത് 2 ദിവസത്തിൽ രണ്ടാമത്തെ ദിവസമാണ് ഇൻഡിഗോ അപ്ലൈ ചെയ്യേണ്ടതെന്നാണ്. ഞാനിപ്പോൾ ഒറ്റ ദിവസത്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് റിസൾട്ടെന്ന് നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം നോക്കാം. ഇനി ഇൻഡിഗോ അപ്ലൈ ചെയ്തതിന് ശേഷം 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറോളം ഞാനിതൊന്ന് മുടിയിൽ വെച്ചിരിക്കുന്നുണ്ട്. ഒരു ഷവർ ക്യാപ്പ് ഇടാൻ മറക്കണ്ട. കാരണം ഇത് നന്നായിട്ട് ഡ്രൈ ആവുന്ന, നമ്മുടെ മുടി നന്നായിട്ട് ഡ്രൈ ആക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മുടി കഴുകുന്ന സമയത്ത് മുടി പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷവർ ക്യാപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് മറ്റാരെങ്കിലും ഇങ്ങനെ ചെയ്തു തരാനുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ സ്വന്തമായിട്ട് തേക്കുമ്പോൾ മുടിയുടെ എല്ലാ ഭാഗത്തും എത്തണമെന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും ചെയ്തു തരാനുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് ഞാൻ വാഷ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ മുടി വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണിത്. എന്തായാലും നല്ല രീതിയിൽ കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ട്. സാധാരണ ഇൻഡിഗോ പൗഡർ ഉപയോഗിക്കുമ്പോഴും കറുപ്പ് കളറാവാറുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് ഭാഗത്ത് എൻ്റെ വെള്ളമുടി തന്നെയായിട്ട് ഇരിപ്പുണ്ട്. ബാക്കി എല്ലാ ഭാഗങ്ങളും നല്ല കറുപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെയർ ഡേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബീട്രൂട്ട് വെച്ചുള്ള ഹെയർ ഡേ ഇഷ്ടമില്ലാത്തവർ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ മതി. ഒറ്റ ദിവസത്തിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നമ്മളെ സപ്പോർട്ടും ചെയ്യണം. വീണ്ടും പുതിയൊരു യൂസ്ഫുള്ളായ വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ.